ഞാൻ വീണ്ടും ചൈനയിൽ തന്നെയാണ്. ചൈനയിലത്തെ വേറൊരു അതിശയകരമായ ടെക്നോളജി ഡെവലപ്പാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ റോബോട്ട് ടാക്സി, ഡ്രൈവർലെസ് ടാക്സി ദുബായിലൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സർവീസിലേക്ക് പോകാൻ പോവുകയാണ് ഞാനും കോളിനും കൂടി. നമ്മളിതാ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. കോളിനിതാ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി പുറപ്പെട്ടു, നമ്മളെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഡ്രൈവർ? എവിടെ കോളിന്? നോ ഡ്രൈവർ, നത്തിങ് ഡ്രൈവർ. കാറ് വന്ന് സൈഡാക്കാണ്. അൺലോക്ക് ഡോർ. വണ്ടി സ്റ്റാർട്ടായി. ഇവിടെയും സ്ക്രീൻ ഉണ്ട്, അവിടെയും സ്ക്രീൻ ഉണ്ട്. എവിടെ ഡ്രൈവർ? ഡ്രൈവർ എവിടെ? തിരിഞ്ഞു കളിക്കുന്നു. ആരാ ഡ്രൈവർ? ആരാന്ന് നമുക്കറിയാം, ഒരു ഭൂതമാണെന്ന് തോന്നുന്നു. സിഗ്നലൊക്കെ ഇപ്പൊ മുറിച്ച് കടക്കോ? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോവാണ്. ഇതാണ് അതിന്റെ അതാ തിരിച്ച് റോഡ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് റൗണ്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കട്ടോ. ഫുള്ള് സ്റ്റെയറിംഗ് തിരിയുന്നൊക്കെ കണ്ടെങ്കിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് റോഡിലൊക്കെ വണ്ടികളുണ്ട്. പിന്നെ അടുത്ത ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ള? ഒരു അടിപൊളി കാറിന്റെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നല്ല ഫ്രഷ് ആണ്, പുതിയതാണ്. മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏതെങ്കിലും കമ്പനിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്, സ്ഥിരം ക്ലബിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇനി ഇതുപോലത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഇയാളെ വെച്ചാ മതി. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കാറ് ഇതാണ്. ഇതെങ്ങനെയാണ് ഇനി ലോക്ക് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പോയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കാറ് പോയി, ഒറ്റക്ക് പോയി. 80 രൂപക്ക് നമ്മൾ 5 കിലോമീറ്റർ ഇതാ കൊണ്ടുവന്ന് നിർത്തി. ഒരു ടെൻഷനില്ല, ഒരു പ്രശ്നമില്ല.